സിംഗ്. വെൽക്കം ബാക്ക് ടു NJ&JK. അപ്പൊ നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ തളപതിയുടെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം മൂവിയുടെ ഫസ്റ്റ് റിയാക്ഷൻ വീഡിയോ ആണ്. അതെ, നമ്മുടെ ചാനലില് നമ്മള് ശരിക്കും കുറെ ഗ്യാപ്പിന് ശേഷം ഒരു മൂവി സീൻ റിയാക്ഷൻ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ അവസാനിച്ചത് ഏകദേശം തളപതിയുടെ തന്നെ നമ്മൾ ഏതായിരുന്നു ഗില്ലിയിലായിരുന്നു. എന്തായാലും ഖുഷിയായിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും ഗോട്ടിൽ തുടങ്ങാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ ഈ മൂവിനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടുപേരും ഈ മൂവി കണ്ടിട്ടില്ല. അത് മനഃപൂർവ്വം നമ്മൾ പോയി കാണാതിരുന്നതല്ല. നമുക്ക് ഒരു ദേഷ്യമില്ല. കാരണം നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ലിയോ വന്ന സമയത്ത് തന്നെ ഞാൻ ഒറ്റക്കാണ് ഡയറക്റ്റ്, അതും 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് പോയി കണ്ടത്. എല്ലാരും വന്ന് പറയും ചെയ്ത് കാണണം എന്നുള്ളത്. അന്നേരം ആ സമയത്ത് കാണാനുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് ഇവിടെ അവൈലബിൾ അല്ല. അവിടെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റാതിരുന്നത്. അപ്പൊ എന്തായാലും ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു 40 കിലോമീറ്റർ ഒക്കെ ഉണ്ടായിരിക്കും പോവാനായിട്ട്. എന്നാലേ നമുക്ക് പോയി കാണാൻ പറ്റില്ല. നമുക്ക് അങ്ങനെ പോയി കാണാനുള്ള ഒരു സിറ്റുവേഷനിലല്ല ഇപ്പൊ കറന്റ്ലി. കുറച്ച് അതുകൊണ്ടാണ് അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പൊ എന്തായാലും അല്ലെങ്കിൽ എന്താന്ന് പറയാ, കുറെ ആൾക്കാരെന്ന് പറയാം ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടാ വന്നിരുന്നിട്ട് റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് വീഡിയോ. ഇത് എല്ലാ വീഡിയോയിലും പറയില്ല, ഫസ്റ്റ് ഇന്റർ വീഡിയോയിൽ മാത്രമേ നമ്മൾ പറയുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് കാണാം. കാരണം എന്ന് വെച്ചാല് എക്സ്പെക്ടേഷൻ എന്ന് വെച്ചാല് കുറെ നമ്മളുടെ കേരളത്തില് പിന്നെ എല്ലാത്തിനും ഒരു ചെറിയൊരു നെഗറ്റീവ് എല്ലാം വരുമല്ലോ. ഇവൻ പോസിറ്റീവ് ആണെങ്കിലും ചെറിയൊരു നെഗറ്റീവ് അതിനകത്ത് കണ്ടെത്തും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരു മിക്സ്ഡ് ഒപ്പീനിയൻ ആണ് പലരിൽ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ പല റീജിയണിലെ ആൾക്കാർക്കും അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ പാട്ടൊക്കെ വീഡിയോ സോങ് റിയാക്ട് ചെയ്ത സമയത്ത് നമുക്ക് കമന്റ്സ് ഒക്കെ കണ്ടത് കൂടുതൽ അങ്ങനെയായിരുന്നു അല്ലെ. ചിലർ പറയുന്നു കണ്ടിരിക്കാൻ പറ്റിയ പടമാണെന്ന് പറയുന്നു, ചിലർ പറയുന്നു സെക്കൻഡ് ഹാഫ് ആണ് ഗ്രേറ്റ് എന്ന് പറയുന്നു, ചിലർ പറയുന്നു ഒട്ടും കൊള്ളില്ല എന്ന് പറയുന്നു, ചിലർ പറയുന്നു വിജയണ്ണൻ കിടുവാണ്, പൊളിയാണ്, പക്ഷേ ഡയറക്ഷനിൽ പോയി എന്ന് പറയുന്നു. ഇത് എന്താ സത്യം എന്നുള്ളത് നമുക്ക് കണ്ടാൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. പറയേണ്ടതെന്ന് വെച്ചാൽ വെങ്കട് പ്രഭുവിന്റെ ഡയറക്ഷനിലുള്ള പടമാണ്. അത് മാത്രമല്ല നമ്മളെ യുവൻ ശങ്കർ രാജയുടെ മ്യൂസിക് ആണ്. അതിന് തന്നെ കുറെ ക്രിറ്റിസിസം ഉണ്ടായിരുന്നു. പിന്നെ അല്ലെ പാട്ടിറങ്ങിയ സമയത്ത് കുറെ പ്രീ ജഡ്ജ്മെന്റിലൂടെയൊക്കെയാണ് സംഭവം ഇറങ്ങിയത്. അപ്പൊ എന്തായാലും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പൊ എന്തായാലും പടത്തിന്റെ ഫസ്റ്റ് വീഡിയോയിലിട്ട് പോവാം. റെഡി? ഇത് നമ്മുടെ ധൂമിനകത്തെ മറ്റേ ധൂം 2-ല് Special Anti-Terrorism Squad Chief Rajiv Menon has found to be a traitor. An officer in his branch has found evidence of his involvement in various terrorism plots, including 26/11. This news has created a massive concern in the intelligence community. The government of India has started a nationwide manhunt for his arrest. രാജീവ് മേനോൻ വരും. യുവൻ ശങ്കർ രാജ എഴുതി കാണിച്ചപ്പോൾ വരാം. ഫസ്റ്റ് കാണിച്ചിട്ടില്ല അവിടെ മറ്റേ ഭയങ്കര എന്തോ ഒരു ഇതിന്റെ ഒക്കെ ആളാന്ന് പറഞ്ഞില്ലേ ഇല്ലേ? ആറ്റിറ്റ്യൂഡ്. Train speed 80 kilometers per hour. Chopper will land in 80 seconds. Guys, be ready. ഒരു ഓപ്പറേഷൻ ആണല്ലോ. അത് ഞാൻ പറഞ്ഞ ധൂം 2-ന്റെ വൈബ് കിട്ടിയിരുന്നു. Johnny Blaze. 3D ഇതാണോ വിജയൻ? അറിയില്ല. ഈ സൈഡിൽ നോക്കുമ്പോ നമ്മുടെ ക്യാപ്റ്റൻ. സൈഡിൽ നിന്ന് മനസ്സിലായത്, ഫ്രണ്ടിൽ നിന്ന് മനസ്സിലായില്ല. വിജയണ്ണനെ പോലെ തന്നെ ഉണ്ടായിരുന്നു കാണാനായിട്ട്. കണ്ണൊക്കെ ഇവിടെ ആ ഒരു ഫേസിൽ നല്ല ക്യാപ്റ്റന്റെ ലുക്ക് ആക്കിയിട്ടുണ്ട്. സൗണ്ട് ആണോ? Uranium 3235 raw material. What? I don't think this uranium is original. Sound. It is fake. To double check this, I need to take this uranium to my lab. Only then. Sorry, bro. Sound. Only then
I can be 200% sure whether it is original or not. ആ Again, സൗണ്ട് original or fake. Again, sir. ആ വേഷം മാറി വന്നേക്കാം. Don't worry, buddy. On my way. അതന്നെ I need some time. Uranium original था. വന്നിരിക്കുന്ന സയന്റിസ്റ്റ് ഫേക്ക്. ഓ ഒരു മുന്നേ ഉള്ള ഏതോ ആക്ടറാണെന്ന് കേട്ടായിരുന്നു. ആണോ? വെൽക്കം ഓൺ ബോർഡ് മിസ്റ്റർ ഗാന്ധി. ഗാന്ധി இது வரைக்கும் நிறைய பேர் காந்தி வேஷம் போட்டு பார்த்திருக்கேன். ஆனா ஃபார் த ஃபர்ஸ்ட் டைம் ഗാന്ധിയെ വേഷം പോട്ട് ഗാന്ധിയെ വേഷം ഗാന്ധി എന്നല്ലേ ക്യാരക്ടർ നിജാണല്ലേ. ബാക്ക്ഗ്രൗണ്ട് സ്കോർ വേറെ രീതിയിലാണല്ലോ പോണേ. ആ ഫൈറ്റ് നന്നായിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ അല്ലേ? ഫൈറ്റ് കാണിക്കാനായിരിക്കും ചിലപ്പോ. വേറൊരു സ്റ്റൈലാണ് ബീജം കൊടുത്തേക്കുന്നത്. അതാണ് ഭയങ്കര ഒരു ഡിഫറെന്റ്. ആ ഷോട്ട് കാണിക്കാൻ വേണ്ടിട്ട് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് തോന്നുന്നത് അത് കുറച്ചത്. என் பேச கலஞ்சாலும் நான் காந்தி தாண்டா. ഗാന്ധി സ്പെഷ്യൽ ആന്റി ടെററിസ്റ്റ്. പക്ഷെ ഭയങ്കര ഫാസ്റ്റ് ആയി പോയി കാണിച്ചല്ലേ. കല്യാൺ സുന്ദർ സ്പെഷ്യൽ ആന്റി അവരൊക്കെ ആ ഒരു മിഷനിൽ വന്നവരാണ്. പക്ഷെ മറ്റേ ഏകദേശം ബീസ്റ്റിന്റെ ഒക്കെ ഒരു ബീസ്റ്റിന്റെ വൈബ് അല്ലേ. ഫൈറ്റ് കൊറിയോഗ്രാഫി കുഴപ്പമില്ലല്ലോ. അല്ല അതൊരു മറ്റേ വരവിലൊരു ഇമ്പാക്ട് കുറവില്ലേ ചെറുതായിട്ട്. പക്ഷെ ഒരാളും കൂടി വരാനില്ലേ ഇനി? അയ്യോ സ്വന്തമായിട്ട് ബ്ലഡ് മറ്റേത് വന്ന് കണ്ടായിരുന്നു. അത് പക്ഷെ നന്നായിരുന്നല്ലേ കാണിച്ചത്. ഒരു ഗെയിം എഫക്റ്റ് ഉണ്ട് കേട്ടോ. അജയ് സിംഗർ ഒരാളുടെ പേരാ കാണിക്കുന്നത് കറക്റ്റ്. പിന്നെ ഒരാളെ ഒരാളും കൂടെ ഞാൻ മറന്നു. ആളെ മറന്നു. ஏன்டா கத்துற? எக்ஸ்ட்ரா கொஞ்சம் டைம் கொடு. அந்த மேனனையும் தூக்கிட்டு வர. மറ്റേ ஆளு. ஆமாண்டா யுரேனியத்தை தூக்கிட்டு ஓமரா போடலாம் தான் வந்தேன். பார்த்தா ஆடி ஆஃபர்ல மேனனும் நிக்கிறேன். ஆடி ஆஃபர் வர முடியும். അടി ചെയ്തല്ലേ ഒന്നിടത്തൊന്ന് ഫ്രീ. അതിനുള്ളിലോട്ട് പോയല്ലോ വേറെ. അത് വിജയണ്ണന്റെ സാധനം. അടിയിലടക്കൊരു
Gandhi, let's go, let's go. Hey, அப்புறம் பாத்துக்கலாம். சீக்கிரம் வா. Hey, என்ன பண்ணிட்டு இருக்கீங்க? சீக்கிரம் வாங்க. Coming. പിന്നെ നോക്കാം വാങ്ങ്. Walk. ഓ Awesome. ഇറാൻ. Coming out. എന്തായിരുന്നു ഞാൻ ചോദിച്ചു അല്ലേ ഷോർട്ട് കാണിച്ചു. Hey, Gandhi, சீக்கிரம் வா. ഓ ആ ഒരു മൊമെന്റിലെല്ലാം കാണിക്കുന്നത്. അത് നല്ലായിരുന്നു കേട്ടോ കാണിച്ചത്. ലാസ്റ്റ് ഷോട്ട് മാക്സിമം മാനേജ് ചെയ്യാൻ നോക്കി അവിടെ. ആ ഒരു നല്ലോണം പോണ്ട ഒരു ഏരിയ ആണ് ശരിക്കും അല്ലേ? അതെ പ്രത്യേകിച്ച് ട്രെയിനൊക്കെ. ആ ഈ സാധനമാണോ വെയിറ്റ് ചെയ്തിരുന്നത്? Yeah, this was missing. ഒരു വൈബിന്റെ ഞാൻ എക്സ്പെക്ട് ചെയ്താൽ ഭയങ്കര സിമ്പിൾ ആയിട്ട് ഭയങ്കര ഇങ്ങനെ കൂളായിട്ട് പക്കാനുള്ള ഷോട്ടല്ലേ ഇത്? ഇതുപോലത്തെ ഒരു ഷോട്ടല്ലേ തുടക്കത്തില് വലിച്ചോണ്ടോണത് ഹെലികോപ്റ്റർ. ഹീറോ വെങ്കട് പ്രഭു ഹീറോ എലമെന്റ്സ് ആയിരിക്കും പണ്ടാമോ. ഡൽഹിയാണ് അറിയില്ല, ഡൽഹി ആണെന്ന് തോന്നുന്നു. വായിച്ചതല്ലേ, ഒന്ന് കൂട്ടി ഒപ്പിച്ച് വായിച്ചത്. ഇപ്പൊ തന്നെ പാട്ടുടങ്ങ അതിന്റെ സക്സസ്. ஒரு நிமிஷம், நான் சொன்னேன் ஷாம்பெயின் தான் திறக்கட்டுமான்னு சொன்னேன். ஷாம்பெயின் എന്താ ക്യാമ്പയിൻ കേട്ടിട്ട് സെയിം വീഡിയോ തന്നെ നോക്കണ്ടേ നമുക്ക്? മറ്റേ അന്ന് ഇവിടെ കൊറേ ഡൗട്ട് ഉണ്ട് മട്ടയിലും ഇടയ്ക്ക് എന്തെങ്കിലും ഉണ്ടാകുന്നല്ലോ. പടത്തിന്റെ കൂടെ പാട്ടൊക്കെ വേറെ രസം. ഒരു വൈബ് കിട്ടും. മൂഡ് ചെന്നൈ സൂപ്പർ കിങ്സ് ബേസിലൂടെ ആ ഒരു വൈബല്ലേ കറക്റ്റ്. ഓൺലി പ്രഭുദേവടുത്താ കണ്ടുപോകുന്നേ ഇല്ലേ? വെള്ള ഡ്രസ്സും കൂടി ഹൈലൈറ്റ് ചെയ്യിപ്പിച്ച് ഫുൾ കോഴി കിങ്സാ. അതില് യങ് ഇവര് സീനിയർ കോഴികള്. പക്ഷെ അത് നല്ല സ്ക്രീൻ ഉണ്ട് കേട്ടോ. ലുക്ക് എനിക്ക് ഈ ഏരിയ ഭയങ്കര ഇഷ്ടമാണ്. ട്യൂണ് ബീറ്റ് അല്ലേ? ആ ഒരു കണ്ടിന്യൂഷൻ. ഇവിടെയാണ് യുവൻ ശങ്കർ രാജ സാധനം അടിക്കുന്നത്. എക്സ്പ്രഷൻസ് ആൻഡ് പ്രശാന്ത് ഒരു പോലീസ് ലുക്ക് അല്ലേ പ്രശാന്ത്? ഇല്ല എക്സ്ട്രാ ഒന്നും ഇല്ല അല്ലേ? ഒന്നുമില്ല. പക്ഷെ എന്തായാലും നമുക്ക് ഇവിടെ നിർത്താം. അടുത്ത വേറെ എന്താ സീനാണ്? മാസ് സീനിൽ നമുക്ക് നിർത്താം. ശരിക്കും ഒരു ഇൻട്രോ എന്ന് പറയുമ്പോ തന്നെ ലൈക്ക് നമ്മൾ കാണില്ലേ? അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു നമ്മൾ പറയില്ലേ തളപതിയുടെ ഒരു ഇൻട്രോ സംഭവം ഉണ്ട്. അതൊരു മിസ്സിങ് വല്ലാണ്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ആദ്യം. അതായത് പുള്ളിനെ കാണിക്കുമ്പോ തന്നെ ഒരു സ്കോർ വരും ഇല്ലേ? സ്കോർ മാത്രല്ല, പിന്നെന്ന് വെച്ചാൽ നമുക്ക് തളപതിനെ കാണിക്കുന്നതിന് മുന്നേ എന്തെങ്കിലുമൊക്കെ ഒരു സീൻ കാണിച്ച് അതിന്റെ അകത്തുനിന്ന് ഒരു എൻട്രി ഉണ്ടാവില്ലേ? ആ ഒരു എൻട്രി വല്ലാണ്ട് മിസ് ചെയ്തു. അതായത് ഇതിന്റെ അകത്ത് ഇപ്പൊ ഓൾറെഡി അവിടെ വേഷം മാറി നിൽക്കുന്ന തളപതിയെന്ന് നമുക്ക് അറിയാം. അവിടെ ഒരു പ്രെഡിക്റ്റബിൾ ഓൾറെഡി ഉണ്ട് സാധനം അല്ലെ? ആ ഒരു നമുക്ക് അറിയാലോ എന്തായാലും അത് തളപതി തന്നെ ആയിരിക്കും. ഫസ്റ്റ് കണ്ട സമയത്ത് എനിക്ക് മനസ്സിലായി, അതായത് ബോഡി ലാംഗ്വേജ് എവിടേക്കോ തലമുടിന്നൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ ഇനി എന്താ സൗണ്ട് അവിടെയാണ് എനിക്ക് മനസ്സിലായത്. ഓൾറെഡി അത് നമ്മളെ ഡയറക്ടർ ഓൾറെഡി പറഞ്ഞു തരുന്നുണ്ട് അത് തളപതി തന്നെയാണ് വേഷം മാറി വന്നേക്കാണെന്നുള്ളത്. ഞാൻ ഫസ്റ്റ് തന്നെ വില്ലനെയും കാണിച്ചു.
ഏകദേശം എല്ലാം ഫസ്റ്റ് തന്നെ കാണിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു. അതെ അതെ. പിന്നെ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഇതിനകത്ത് 2 ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ. അപ്പൊ എനിക്ക് അങ്ങനെ തോന്നിയത്, 2 പേരുണ്ട്. ഇനിയിപ്പോ ഇതിനകത്ത് ആരെയാണ് എങ്ങനെയാണ് എത്രത്തോളം അളവിലാ കാണിക്കാമോ നമുക്ക് അറിയില്ല. പക്ഷെ ആ ഒരു സംഭവം നമുക്ക് ഇട്ട് തന്നായിരുന്നു. അതായത് കറക്റ്റ് ഒരു ഇൻട്രോ സംഭവം നമുക്ക് ഇട്ട് തന്നു. അപ്പൊ അവിടെ ഹാപ്പി ആയി ശരിക്കും. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഫൈറ്റിന്റെ ഇടയിൽ നമ്മുടെ വിജയണ്ണന്റെ ആ ഒരു ഇടക്ക് മറ്റേയില്ല, അവര് കത്തി ഇത്രയും കുത്തിയതിനു ശേഷം കത്തി കാണുമ്പോൾ ഇങ്ങനെ ബോധം കിടന്ന ഒരു സാധനം, അത് നല്ല രസമായിരുന്നു. കാരണം വെച്ചാൽ അത് ആ ഫൈറ്റിനെ കൂൾ ഡൗൺ ചെയ്യുന്ന ഒരു സാധനമാക്കി കളഞ്ഞല്ലേ. ഉണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇവൻ ത്രൂ ഔട്ട് ഏതൊരു ഇച്ചിരി വയലൻസോട്ട് വരുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ഒരു കൂളിംഗ് ഏരിയ അവിടെ വരുന്നുണ്ട്. അതിപ്പോ ഡയലോഗിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ആക്ഷനിലാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്കത് ഇമ്മീഡിയറ്റ്ലി അത് അത്ര ഭയങ്കര സീരിയസ് ആക്കുന്നില്ല. ഇവൻ സീരിയസ് ആകുമ്പോഴാണ് നടക്കുന്നത്, പക്ഷെ എന്നാലും അത്ര വലിയ സീരിയസ് ആക്കുന്നില്ല. അതിനൊരു ഭയങ്കര കൂൾ ചെയ്ത് കൊണ്ടുപോകുന്ന ആ ഒരു മോഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഭയങ്കര ഒരു സസ്പെൻസ് ഫാക്ടറിലല്ല ഇൻട്രോ തുടങ്ങിയത് അല്ലെ. ഒരു മിഷനാണ് ഇത് കാണിക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ. അവര് 4 പേരും കൂടി ഉള്ള ഒരു മിഷൻ ആൻഡ് അവരത് നടത്തുന്നു. ഞാൻ പറഞ്ഞില്ലേ ധൂം 2ന്റെ ഒരു ഇൻട്രോ പോലെ എനിക്ക് തോന്നിയത്. കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് അറിയില്ല കേട്ടോ വലിയ സ്ക്രീനിൽ എങ്ങനെയാണെന്നുള്ള, പക്ഷെ ആ ഒരു സ്മോൾ സ്ക്രീനിൽ നമുക്ക് കാണുമ്പോൾ പ്രത്യേകിച്ച് ആ ഒരു മിഷൻ എന്നൊക്കെ പറയുമ്പോ ഭയങ്കര ഒരു എന്താ പറയാ VFX ഒക്കെ നല്ലോണം പാളി പോവാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അത് ചില സ്ഥലത്തൊക്കെ നമുക്ക് ഇവിടെ ചെറിയൊരു സ്ക്രീനിൽ കാണുമ്പോൾ ചെറുതായിട്ടൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്, പക്ഷെ ഓവർ തോന്നില്ല. കാരണം ഇനിയിപ്പോ ബിഗ് സ്ക്രീനിൽ എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് വെച്ചാൽ ഇത്രയും സംഭവങ്ങള് കാണിക്കുന്ന സമയത്ത് എന്തായാലും പോകും. പിന്നെ അത് മാത്രമല്ല ചെറുതായിട്ടെങ്കിലും യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ട്രെയിൻ ആയാലും ഹെലികോപ്റ്റർ ആയാലും ഇതൊക്കെ ഇതിന്റെ ഇടയിൽ ഇവരും ഉണ്ട്, ഇവരെയും കാണിക്കണം. എല്ലാം കൂടി വരുന്ന സമയത്ത് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പാളി പോകാൻ പാടില്ല. അതാണ്. പക്ഷെ മാക്സിമം അവരത് മാനേജ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു വൃത്തികേട് ആവാത്ത രീതിയിൽ തന്നെ എന്താ പറയാ സംഭവം കാണിച്ച് എനിക്കൊരു ഫീല് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ആ ഒരു ചെറിയൊരു നെഗറ്റീവ് മാത്രം എനിക്ക് തോന്നിയ മറ്റേതാണ്. അതായത് ആ പെട്ടെന്ന് വന്ന സമയത്ത് ഇനിയിപ്പോ നമ്മൾക്ക് കിട്ടിയ പ്രിന്റിന്റെ പ്രശ്നമാണോ അല്ല, എനിക്ക് തോന്നുന്നു സ്കോറും കൂടി കുറച്ച് കേറാനുണ്ടെന്ന് തോന്നുന്നു. അതായത് ഒരു എനിക്ക് അങ്ങനെ തോന്നിയായിരുന്നു. കാരണം നമ്മളിപ്പോ റിയാക്ട് ചെയ്യുന്ന പ്രിന്റിന്റെ എന്തെങ്കിലും പ്രശ്നമാണോ, ഇനിയിപ്പോ ചെറിയ എന്താ നമുക്ക് കേൾക്കാത്താണോ എന്നൊക്കെ എനിക്കൊരു ഇടയ്ക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അങ്ങനെയല്ല, എനിക്ക് തോന്നിയേക്കുന്നത് എന്താ അറിയോ, കാരണം അതിനുശേഷം പിന്നീട് കാണിക്കുമ്പോഴും തോന്നുവെച്ചാൽ ഒരു സ്കോറിങ്ങിന്റെ, കാരണം നമ്മൾ അനിരുദ്ധിന്റെ ബീജം വന്നപ്പോ മാറിയതാണ്. അതാണ് സംഭവം. തളപതി ആ സാധനം വന്നപ്പോ മാറി, വേറെ ലെവലായി. ആ ഒരു സാധനം കിട്ടിയപ്പോ തന്നെ ശരിക്ക് ആ ഫസ്റ്റ് സാധനം മിസ്സായത് പോയി ശരിക്കും അത് കിട്ടുമ്പോ അല്ലേ. പക്ഷെ അവിടെ അനിരുദ്ധിന്റെയാണ് സാധനം വന്നത്, അല്ലാണ്ട് മറ്റേതല്ല. അതാണ് അവിടെ എത്തിയപ്പോഴാണ് നമുക്കൊരു നമ്മൾ പറയില്ലേ ഇൻട്രോ കിട്ടിയത്, തളപതിനെ കണ്ടു എന്ന് നമുക്ക് അപ്പോഴാ തോന്നിയത്. അത്രയും വരെ വേറെ ഒരാള് എന്താ പറയുക ഒരു നോർമൽ ഒരു ഇൻട്രോയില്ല. കാരണം നമുക്കറിയാം ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഫാൻസിന് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നവർക്കൊന്നും വലിയ ഇഷ്ടമായിരിക്കില്ല. അത് ഉറപ്പുള്ളൊരു കാര്യം തന്നെയാണ്. കുറച്ചൊരു എഫക്റ്റ് കൊടുത്ത് വരുമ്പോൾ തന്നെയാണ് അതിപ്പോ എത്ര വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ കാണാനായിട്ടാണ് അത് ഇഷ്ടം. ഇൻട്രോ എന്ന് പറയുന്നത് അതിനകത്തൊരു നമ്മൾക്കൊരു ഗൂസ് ബംസ് ഒരു സാധനം വേണം. പിന്നെ അതിനകത്ത് ഒരു കാര്യം എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വെങ്കട് പ്രഭു എലമെന്റ് ആയിട്ട് ഒരാളെ ഗസ്റ്റ് പോലെ കൊണ്ടുവരുന്ന രീതിയിൽ നമ്മളെ വിജയകാന്ത് സാറിനെ കൊണ്ടുവന്നത് ക്യാപ്റ്റൻ ആ ഒരു റെഫറൻസ് ഉപയോഗിച്ചത് നല്ല രസമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹം പൊളിറ്റിക്സിലോട്ട് ഇറങ്ങാൻ വേണ്ടി പോകുന്ന സമയത്ത് ആ സമയത്ത് എന്തായാലും ചിലപ്പോ അതായിരിക്കാം. ഒരു നല്ല അദ്ദേഹം അടുത്തുവാണല്ലോ അല്ലെ കഴിഞ്ഞ വർഷം. അപ്പൊ എന്താ വെച്ചാൽ അതൊരു ട്രിബ്യൂട്ടും കൂടിയാണ് ശരിക്കും. നമുക്ക് അത് കുഴപ്പമില്ലാത്ത ചെറുതായിട്ട് പോവാൻ സാധ്യത ഉണ്ടായിട്ട് അത് കുഴപ്പമില്ലാത്ത രീതിയിൽ അത് തന്നെയാണ് ഇതിനകത്ത്. അതായത് ചെറുതായിട്ട് പോകാനുള്ള ഏരിയ ഒക്കെ അവർ മാനേജ് ചെയ്തിട്ട് മാക്സിമം നന്നാക്കി ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ട്. പിന്നെയാണെന്നുണ്ടെങ്കിൽ അതെ അത് നന്നായിട്ടുണ്ടായിരുന്നു. ഞാനത് കുറെ പേര് എന്താ പറയാ ആ സമയത്ത് റിവ്യൂലൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊണ്ടുവരുന്നുണ്ടെന്ന്. പക്ഷെ എവിടെ കൊണ്ടുവരുന്നു, എവിടെ പ്ലേസ് ആവുന്ന, എന്തായിരുന്നു അതിന്റെ ഒരു ഉദ്ദേശം എന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പൊ നമ്മള് കുറെ ആൾക്കാർ പറഞ്ഞാൽ കൊണ്ടുവന്ന് കൊളവാക്കിയിട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ നമുക്ക് അറിയാം ഒബിയസ്ലി അദ്ദേഹം ഇല്ല. അപ്പൊ അതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തെ ഉപയോഗിച്ചിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് അവിടെ ഒരു ജസ്റ്റിഫിക്കേഷൻ നമുക്ക് തരുന്നുണ്ട്. ബിക്കോസ് അതൊരു മുഖംമൂടിയാണ് എന്നുള്ളൊരു ജസ്റ്റിഫിക്കേഷൻ തരുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയം ആ ഒരു പെർസ്പെക്ടീവിൽ ചിന്തിക്കുന്ന സമയത്ത് ദാറ്റ് ഈസ് ഓക്കെ. പക്ഷേ ആ മുഖംമൂടി കാണിക്കാണ്ട് വേറെ എന്തെങ്കിലും കാണിച്ചിട്ട് ചിലപ്പോൾ അല്ലെങ്കിൽ ചെറിയൊരു ഇതായേനെ. പക്ഷെ അവിടെ ലോജിക്ക് വരുന്ന സമയത്ത് പിന്നെ വെങ്കട് പ്രഭുവിന്റെ പടമാണ്. നമ്മള് എന്താ പറയാ ഇതൊക്കെ എക്സ്പെക്ട് ചെയ്തിരിക്കണം ശരിക്കും പടത്തില്. എലമെന്റ്സ് വേറെയാണ് അത്. കാരണം എനിക്ക് തോന്നുന്നു റിവ്യൂസ് ഒക്കെ പറഞ്ഞ സമയത്തില്ലേ കുറെ ആൾക്കാർ എത്ര നെഗറ്റീവ് പറഞ്ഞാലും വെങ്കട് പ്രഭു സാധനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. അതെ അതെ. കാരണം വിജയണ്ണന്റെ എലമെന്റ്സ് ആണ് കുറഞ്ഞു പോയത്. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകേഷ് കനകരാജിന്റെ പടം കാണുന്ന പോലെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡയറക്ടറിന്റെ പടം കാണുന്ന പോലെ നമുക്ക് ഇദ്ദേഹത്തിന് വെങ്കട് പ്രഭുവിന്റെ പടം കാണാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന്റെ പടത്തിനകത്ത് എന്തൊക്കെ എങ്ങനെയൊക്കെ കൊണ്ടുവരും നമുക്ക് അറിയാൻ പറ്റില്ല. എന്തും വരാം, ചിലപ്പോ പോവാൻ ചിലപ്പോ നന്നാവാം. അതാണ് സംഭവം. അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അൺഎക്സ്പെക്ടഡ് എന്താ പറയാ സംഭവങ്ങൾ വരും. അപ്പൊ ചിലത് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. പക്ഷെ ഈ അൺഎക്സ്പെക്ടഡ് സാധനം വരുമ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ചില രീതിയിലുള്ള ചില പ്രെഡിക്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ മാറ്റിയും കളയും.
അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ എന്തായാലും ലൈക്ക് വെയിറ്റിംഗ് ഫോർ ദ സെക്കൻഡ് സീൻ എന്താ കാണാനായിട്ട് ആൻഡ് എവിടെയാണ് യങ് തളപതി വരാൻ പോകുന്നത്. ബിക്കോസ് യങ് തളപതിയുടെ ഒരു എൻട്രി ഉണ്ടാവണം. ആൻഡ് അത് മാത്രമല്ല ഏതോ ഒരു സോങ് നമ്മൾ റിയാക്ട് ചെയ്യുന്ന സമയത്ത് എന്തോ യങ് തളപതിയാണ് ഇല്ലെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് സ്പോയിലറൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താ പറയാ, കാരണം ചെറിയൊരു നെഗറ്റീവ് വൈബ് അടിച്ചായിരുന്നു ആ സോങ് റിയാക്ട് ചെയ്യുന്ന സമയത്ത്. അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു ചെറിയ നെഗറ്റീവ് ഫീൽ അടിക്കുന്നില്ലേ. അപ്പൊ എന്നോട് പറഞ്ഞായിരുന്നു ഇത് വില്ലൻ ചെറിയ ഷെയ്ഡൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും അതൊരു സ്പോയിലർ എനിക്ക് കിട്ടിയിട്ട് ഇനി എങ്ങനെയാണെന്ന് അറിയില്ല. ഇനി വന്ന് പുതിയ സ്പോയിലർ ഇടരുത് അല്ലെ, അതാണ് നമുക്ക് പറയാനുള്ളത്. നമ്മള് കാണാത്തോണ്ടിട്ടാണ്. അതുകൊണ്ടിട്ട് എന്താ പറയാ, അടുത്ത സീനിൽ കാണാം.